ആദരണീയരായ വിശ്വാസികളെ, ഈ പ്രപഞ്ചത്തിൽ മതങ്ങൾ നിലവിൽ വന്നത് സദാചാരത്തെയും ദുരാചാരത്തെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയാണ്. ഏത് മതവും, അത് മനുഷ്യനിർമ്മിതമായ മതമായാലും അതല്ലെങ്കിൽ ദൈവികമായ മതമായാലും എല്ലാം സദാചാരവും ദുരാചാരവും തമ്മിലുള്ള വേർതിരിവായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. സമീപകാലത്തെ മുസ്ലിമീങ്ങളുടെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വരുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റു മതങ്ങളിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ആളുകൾ, അവരുടെ അനുഭവക്കുറിപ്പുകൾ നാം വായിക്കുമ്പോൾ അവരെല്ലാവരും ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട്. ഇത്രയും കാലം ഒരു നിരീശ്വരവാദിയായിക്കൊണ്ട് ദൈവത്തിൽ വിശ്വാസമില്ലാതെ ജീവിച്ചിരുന്ന ഞാൻ പെട്ടെന്ന് എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത്, എന്താണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നതിൻ്റെ ലക്ഷ്യം, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഇത്തരത്തിലുള്ള ചിന്തകൾ വന്നപ്പോഴാണ് മതത്തെ പറ്റി പഠിക്കാൻ തുടങ്ങിയതെന്ന് അവർ പറയുന്നുണ്ട്. മതങ്ങളെന്ന് പറയുന്നത് നന്മയെയും തിന്മയെയും വേർതിരിക്കാനുള്ള കാര്യമായിട്ടാണ് ഈ ഭൂമിയിൽ നിലവിലുള്ളത്. മതങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ദൈവികമായ മതങ്ങളുണ്ട്, അതല്ലെങ്കിൽ ദൈവികമായ മതങ്ങളായി അവതരിച്ചതിന് ശേഷം മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമായ മതങ്ങളുണ്ട്, അതുമല്ലെങ്കിൽ പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ മതങ്ങളുമുണ്ട്. ഇതിലേത് മതം എടുത്തു നോക്കുകയാണെങ്കിലും ഈ എല്ലാ മതങ്ങളെയും വെച്ച് നാം നോക്കുമ്പോൾ ഒരിക്കലും മനുഷ്യനിർമ്മിതമായ മതങ്ങൾ, അതല്ലെങ്കിൽ മനുഷ്യ കൈകടത്തലുകൾക്ക് വിധേയമായ മതങ്ങൾ ഒരിക്കലും പരിപൂർണമായ മതമായി മാറുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദുർബലനായിക്കൊണ്ടാണ്. ഈ ദുർബലനായ മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾക്കനുസരിച്ച്, അവൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് മതങ്ങൾ പണിത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ദൈവികമായ മതങ്ങളിൽ കൈകടത്തലുകൾ നടത്തി കഴിഞ്ഞാൽ അതൊരിക്കലും മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയില്ല. മനുഷ്യൻ മതങ്ങളിലേക്ക് തിരിയുന്നത് അവൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടിയാണ്, അവൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ്. അത്തരത്തിലുള്ള സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ, അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അതൊരിക്കലും മനുഷ്യനിർമ്മിതമായ മതങ്ങൾക്കോ അല്ലെങ്കിൽ കൈകടത്തലുകൾക്ക് വിധേയമായ മതങ്ങൾക്കോ സാധ്യമാകുന്നതല്ല. ഒരു മൊബൈൽ ഫോൺ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണങ്ങൾ, ഈ ഉപകരണങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നത് ആരാണ്? അത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളാണോ, അതല്ല അത് നിർമ്മിച്ച നിർമ്മാതാക്കളാണോ? സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും, ഇതിനെല്ലാത്തിനും പറ്റി ഏറ്റവും കൂടുതൽ അറിവുള്ളത് നിർമ്മാതാക്കൾക്കാണ്. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും നാം കാണുന്ന എല്ലാവിധ വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, പടച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹു അലീമാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവനാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് തൃപ്തിപ്പെട്ട നൽകിയ മതമേതാണോ ആ മതം മാത്രമേ പരിപൂർണമാവുകയുള്ളൂ. കാരണം മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അറിവുള്ളത്, കൃത്യമായ ജ്ഞാനമുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. കാരണം അവനാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് മതമാണോ, ഏതൊരു ജീവിത രീതിയാണോ, ഏതൊരു ജീവിത വ്യവസ്ഥയാണോ മനുഷ്യർക്ക് തൃപ്തിപ്പെട്ട് നൽകിയിട്ടുള്ളത് അത് മാത്രമാണ് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരം. മനുഷ്യന്റെ മനസ്സമാധാനത്തിന് വേണ്ടി, അവന്റെ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടി അവന് തിരിയാവുന്ന ഏക മടക്കസ്ഥാനം അത് അള്ളാഹു, അവന്റെ ദൈവമായ, അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു നൽകിയ മതത്തിൽ കൂടി മാത്രമാണ്. ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ ഓതി വെക്കുന്ന ഒരു ആയത്തുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം ഈ ദീനിനെ, ഈ ഒരു മതത്തെ, ഇസ്ലാം എന്ന ജീവിത വ്യവസ്ഥയെ പരിപൂർണമാക്കിക്കൊണ്ട് അതിലൊരു കൂട്ടിക്കടത്തലുകൾ ഉണ്ടാവുകയില്ല, അതിനൊന്നും അധികരിപ്പിക്കാനില്ല, അതിനെ പൂർണ്ണമാക്കിക്കൊണ്ട് നിങ്ങൾക്കിതാ സമർപ്പിച്ചിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്താകുന്ന ഈ ഇസ്ലാമും മറ്റെല്ലാ കാര്യങ്ങളും അത് പൂർണ്ണമായി നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന,
വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം എന്ന മതത്തെ പരിപൂർണമായ മതമായിട്ടും ഏറ്റവും നല്ല മതമായിട്ടും ഞാൻ തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ കൂടി പറഞ്ഞു തരുന്ന വചനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കേൾപ്പിക്കുകയുണ്ടായി. ഇസ്ലാം മാത്രമാണ് പ്രിയമുള്ളവരെ ഏറ്റവും പരിപൂർണമായ മതം, പരിപൂർണമായ ജീവിത വ്യവസ്ഥ. അത് ഇസ്ലാം മാത്രമാണ്. എന്താണ് ഇസ്ലാം മനുഷ്യരോട് കൽപ്പിക്കുന്നത്? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ്. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, പാപം പൊറുക്കാൻ വേണ്ടി മനുഷ്യനാകുമ്പോൾ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോകുന്നവരാണ്. കുല്ലു ബനി ആദമ ഖത്താഊൻ, എല്ലാ മനുഷ്യരും തെറ്റുകാരാണ്, തെറ്റ് ചെയ്യാത്തവരായി ആരും തന്നെ ഇല്ല. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, പക്ഷേ ഈ തെറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരാണ്, തന്റെ പാപം പൊറുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടി പ്രാർത്ഥിക്കുന്നവരാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മതം നമ്മോട് കൽപ്പിക്കുന്നത്, ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത് അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അല്ലാഹു നമുക്ക് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്കും എത്രയും പെട്ടെന്ന് ഉന്മേഷത്തോടു കൂടി അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്, ആ സ്വർഗത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുന്നത്, തിന്മകളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നത്. ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഉലമാക്കൾ പറയുന്നുണ്ട്, നിങ്ങൾ നന്മകളിൽ മുന്നേറണം, നന്മകൾ സാധ്യമാകുന്ന എത്രയും നിങ്ങൾ ചെയ്യണം. പക്ഷേ നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ കാണിക്കുന്നുണ്ടോ അതിനേക്കാളും ശ്രദ്ധ നിങ്ങൾ കാണിക്കേണ്ടത് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനാണ്, തിന്മകൾ വെടിയുവാനാണ്. കാരണം തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മെല്ലെ മെല്ലെ ഇല്ലാതാകുമ്പോൾ ആ സമയം മുഴുവനും തഖ്വ നമ്മൾ അധികരിച്ചു കൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ അധികരിച്ചുകൊണ്ടേയിരിക്കും. തിന്മകൾ നിങ്ങൾ ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് പ്രിയമുള്ളവരെ തിന്മ എന്ന് പറഞ്ഞാൽ? ദുൽമ്, അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയമുള്ളവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമത്തെ, ദുൽമിനെ ഒരു തരത്തിലും പൊറുക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു തരത്തിലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അക്രമം എന്ന് പറയുന്നത്. അക്രമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം ദാത്തിന്റെ മേലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും അതുപോലെ തന്നെ മനുഷ്യന്മാർക്കിടയിലും ഒരുപോലെ ഹറാമാക്കിയ കാര്യമാണ്, ഒരുപോലെ നിഷിദ്ധമാക്കിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പറഞ്ഞതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു പറയുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, എൻ്റെ ദാത്തിന്റെ മേൽ ഞാൻ ഒരിക്കലും ദുൽമ ചെയ്യുകയില്ല എന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ദുൽമിനെ എൻ്റെ മേൽ ഞാൻ ഹറാമാക്കിയിരിക്കുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, ഒരു അണിമണി തൂക്കം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽമ കാണിക്കുകയില്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ വജഅൽതുഹു ബൈനകും മുഹറമ, നിങ്ങൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ ദുൽമിനെ ഞാൻ ഹറാമാക്കിയിരിക്കുകയാണ്, നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഫലാ തവാലമു, അതിനാൽ നിങ്ങൾ പരസ്പരം ദുൽമ കാണിക്കരുത്, നിങ്ങൾ പരസ്പരം ആക്രമിക്കരുത്. അന്യന്റെ മുതൽ അക്രമപരമായി കൊണ്ട് അന്യായമായി നിങ്ങൾ അപഹരിക്കരുത്, അന്യന്റെ ജീവൻ നിങ്ങൾ അന്യായമായി അപഹരിക്കരുത്, നിങ്ങൾ പരസ്പരം ആക്രമിച്ച് ജീവിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരുപാട് തിന്മകൾ നടക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. ഒരുപാട് കൊള്ളയും കൊലയും സർവ്വവ്യാപകമായി നടക്കുന്ന കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പെറ്റ കുഞ്ഞ് പോലും, പിഞ്ചു പൈതൽ പോലും കൊലപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പലസ്തീന്റെ മണ്ണിൽ നാം നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പിഞ്ചു പൈതങ്ങൾ മുതൽ വലിയ വലിയ ആളുകൾ വരെ നിർദാക്ഷിണ്യം കൊല്ലപ്പെടുകയാണ്. പട്ടിണി കിടന്ന് ഒരുപാട് ആളുകൾ മരണപ്പെടുന്ന രംഗങ്ങൾ വീഡിയോസിലൂടെയും ദയനീയമായ കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് തിന്മകൾ നടക്കുന്ന, വ്യഭിചാരവും മറ്റും പരസ്യമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഏതാണ് ഏറ്റവും വലിയ തിന്മ, ഏറ്റവും വലിയ അക്രമം, മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അക്രമം അത് എന്താണ്? ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അയ്യു ദംബി അഅ്ളം, അയ്യു ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഏത് തെറ്റാണ്, ഏത് അക്രമമാണ് അല്ലാഹുവിന്റെ കണ്ണിൽ ഏറ്റവും വലുതായിട്ടുള്ളത്? ഏറ്റവും നീചമായ ആക്രമണം, ഏറ്റവും നീചമായ തെറ്റ് അതെന്താണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക,
മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ തിന്മ, മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അക്രമം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു പങ്കുകാരനെ നിയമിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാഹു ഒറ്റക്കല്ല, അല്ലാഹുവിന് കൂടെ പങ്കാളികളുണ്ട് എന്ന് വിശ്വസിക്കാനാണ് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മ. അതാണ് ഏറ്റവും വലിയ അക്രമം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഏതവസ്ഥയിൽ? വഹുവ ഖലഖക, ആ അല്ലാഹുവാണ് നിന്നെ പടച്ചത്, നിന്നെ ഈ രൂപത്തിൽ ക്രമീകരിച്ചത്. അത് അല്ലാഹു ആയിരിക്കെ നീ എങ്ങനെയാണ് അല്ലാഹുവിന് പങ്കാളി ഉണ്ടാക്കുന്നത്? അതാണ് ഏറ്റവും വലിയ കുഴപ്പം, ഏറ്റവും വലിയ അക്രമം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂന്റെ വചനങ്ങൾ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. തുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ, അതിനുശേഷം അവനെ ഒരു ബീജമായിട്ട് സുരക്ഷിതമായി നിങ്ങളുടെ ഉമ്മയുടെ വയറ്റിൽ ഗർഭപാത്രത്തിൽ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമിക്കുകയുണ്ടായി. തുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ, ആ ബീജത്തെ ഭ്രൂണമായി, വഖലഖനൻ നുത്ഫത അലഖതൻ വഖലഖനൽ അലഖത മുദ്ഗതൻ, ആ ഭ്രൂണത്തെ മാംസപിണ്ഡമായി, അതിനുശേഷം മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി, അസ്ഥികൂടത്തെ മാംസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂടുകയും തുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, ഒരു പ്രത്യേക സൃഷ്ടിയായിക്കൊണ്ട്, വേറെ തന്നെ ഒരു സൃഷ്ടിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിയമിച്ചിട്ടുണ്ട്, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. ഇന്ന് മനുഷ്യ ശരീരം നോക്കുമ്പോൾ, മനുഷ്യ ശരീരത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഒരു ബീജത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ശരീരം ഉണ്ടായെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയുന്നുണ്ട് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും ഉത്തമമായ സൃഷ്ടാവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ എത്ര പരിശുദ്ധനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ഉത്തമമായ ഘടനയിൽ, ഏറ്റവും ഉത്തമമായ രൂപത്തിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു തരുന്നുണ്ട്, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, ഏറ്റവും വലിയ തിന്മ, ഏറ്റവും വലിയ കടും പാപം അതേതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അതേ അല്ലാഹുവിന്റെ റസൂലേ നമുക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണത്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിന്റെ വചനം കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് ഉപദേശിക്കുകയാണ്. ഉപദേശിക്കുമ്പോൾ ഒന്നാമതായിട്ട് ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കുന്ന ഉപദേശം എന്താണ് പ്രിയമുള്ളവരെ? ലാ തുശ്രിക് ബില്ലാഹ്, ലാ തുശ്രിക് ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ഒരിക്കലും ശിർക്ക് വെക്കരുത്. നീ അല്ലാഹുവിനോട് ഒരു കാരണത്തിൽ നിങ്ങൾ ശിർക്ക് വെക്കരുത്. എന്തൊക്കെയുണ്ട് പ്രിയമുള്ളവരെ? അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത്, അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ നാം അംഗീകരിക്കണം. അല്ലാഹു ഏകനാണ്, അവന് വേറെ പങ്കുകാരില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് പങ്കുകാരില്ല, അവന് തുല്യമായി മറ്റാരുമില്ല എന്ന് കൃത്യമായി നാം വിശ്വസിക്കണം. അല്ലാഹുവിന്റെ ഉലൂഹിയത്തിൽ നാം വിശ്വസിക്കണം. അല്ലാഹുവിന്റെ ഉലൂഹിയത്തിൽ ശിർക്ക് വെക്കാതിരിക്കുക എന്ന് പറഞ്ഞത് എന്താണ് പ്രിയമുള്ളവരെ? ആരാധ്യനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും, ഞാൻ വെടിയുന്ന ഓരോ തിന്മകളും അത് അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്. ഞാൻ നമസ്കരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, ഞാൻ നോമ്പ് നോക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അത് അല്ലാഹുവിന് വേണ്ടി മാത്രമാണെന്ന് വിശ്വസിക്കലാണ്. അത് ആ കാര്യത്തിൽ നാം ഒരിക്കലും അല്ലാഹുവിനെ പങ്കു ചേർക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിൽ അല്ലാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല, ശിർക്ക് വെക്കാൻ പാടില്ല. എന്താണ് പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ? റബ്ബ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹുവാണ് സൃഷ്ടാവ്, അല്ലാഹു മാത്രമാണ് സൃഷ്ടാവ്, അല്ലാഹു മാത്രമാണ് പരിപാലിക്കുന്നവൻ, അല്ലാഹു മാത്രമാണ് എല്ലാ കഴിവുകൾക്കും ഉടമസ്ഥനെന്ന് ഉറച്ചു വിശ്വസിക്കലാണ് പ്രിയമുള്ളവരെ റുബൂബിയ്യത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന്റെ അസ്മാ സിഫാത്തുകളിൽ അല്ലാഹുവിനെ ശിർക്ക് ചെയ്യാൻ പാടില്ല. ഖാദിർ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, ഖാലിഖ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, സമീ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്, അലീം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇത്തരത്തിലുള്ള ഒരു സിഫത്തുകളിലും ഒരു ഇസ്മുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പങ്കുകാരില്ല. എല്ലാ കഴിവുകളും ഉടയവൻ അല്ലാഹു മാത്രമാണ്. എല്ലാം അറിയുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, ഇതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരുടെയും ഈമാൻ ദൃഢമായി പോകുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബകുമുൽ ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങൾ അല്ലാഹുവിനെയാണ്, നിങ്ങളുടെ റബ്ബിനെയാണ്. എത്തരത്തിലുള്ള റബ്ബ്? അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ച് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത, നല്ല മാതാപിതാക്കൾ നൽകിയ, നല്ല ജീവിത രീതി നൽകിയ, ഈ ദുനിയാവിനെ അവർക്ക് ജീവിക്കേണ്ട രീതിയിൽ സജ്ജീകരിച്ച് നൽകിയ ആ അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅ, ഭൂമിയെ നിങ്ങൾക്ക് മെത്തയായി നൽകുകയും ആകാശത്തെ മേൽപ്പുരയായി നൽകുകയും നിങ്ങൾക്ക് സുഖമായി ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നവനാണ് അല്ലാഹു. വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് തമറാത്തി റിസ്ഖൻ ലക്കും, ആ ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ ഇറക്കി തന്നു. കുടിക്കാനും കന്നുകാലികളെ കുടിപ്പിക്കാനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിങ്ങൾക്ക് ഇറക്കി തന്നു. ഫഅഖ്റജ ബിഹി മിനസ് തമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഉപജീവനമായി കൊണ്ട്, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമായി കൊണ്ട് ഭൂമിയിൽ നിന്ന് പഴവർഗ്ഗങ്ങളെ മുളപ്പിച്ചു തരികയും ചെയ്തു. ഇത്രയൊക്കെയും ചെയ്തു തന്ന അല്ലാഹു, ഇത്രയൊക്കെയും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന അല്ലാഹു, ആ അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുകയാണ്, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. ഇത്രയൊക്കെയും അല്ലാഹു ചെയ്തു തന്നില്ലേ, അതിന് പകരമായി നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ, അല്ലാഹുവിന് മറ്റ് പങ്കാളികളെ നിങ്ങൾ നിയമിക്കരുത്. അതിനാൽ തന്നെ അല്ലാഹുവിന് മറ്റ് പങ്കാളികളെ നിങ്ങൾ നിയമിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരിക്കുന്നവരായ അവസ്ഥയിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ ശിർക്ക് ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അല്ലാഹുവിൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. അത് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. എന്താണ് പ്രിയമുള്ളവരെ, ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നം? ഒരാൾ ഒരുപാട് അമലുകൾ ചെയ്യുകയാണ്, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്, ഒരുപാട് ചാരിറ്റിയിൽ മുമ്പിൽ നിൽക്കുന്ന ആളാണ്, നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ അയാൾ ശിർക്കുള്ള ആളാണെങ്കിൽ, അതല്ലെങ്കിൽ അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളാണെങ്കിൽ, അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ, അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നന്മയായ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്നാണ്. ഇതൊക്കെയും നന്മ തന്നെയാണ്, പക്ഷേ പരലോകത്തെത്തുമ്പോൾ ഇതൊന്നും ഉപകാരപ്പെടുകയില്ല. അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർ ചെയ്യുന്ന ഈ നന്മകൾ ഇല്ലാണ്ടായി പോകുന്നതാണ്. കാരണം അല്ലാഹുവിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ, അല്ലാഹുവിൽ ശിർക്ക് വെച്ചതിന്റെ പേരിൽ അവരുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കി കളയുന്നതാണെന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമ, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെച്ചവനായി കഴിഞ്ഞാൽ ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമ, കൊടും പാപമാണ് അവൻ ചെയ്തിരിക്കുന്നത്, വലിയ തെറ്റാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഫഖദ് ളല്ല ളലാലൻ ബഈദ, വ്യക്തമായ വഴികേടിലാണ് അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ രൂപങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ശിർക്കിൽ നിന്ന് നാം സൂക്ഷിക്കണം. ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മമ്മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൽ ജന്ന, ഒരാൾ മരണപ്പെട്ടു പോവുകയാണ്, അല്ലാഹുവിൽ യാതൊന്നിനും പങ്കു ചേർത്തിട്ടില്ല, അല്ലാഹുവിനോട് ഒരു തരത്തിലും ശിർക്ക് വെച്ചിട്ടില്ല, ആ തരത്തിൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. സഹാബാക്കൾ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ്, പ്രിയമുള്ളവരെ, അല്ല അല്ലാഹുവിന്റെ റസൂലെ, അവൻ കട്ടിട്ടുണ്ടെങ്കിലോ, അവൻ വഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിലോ, അവൻ തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവൻ കളവ് പറഞ്ഞാലും, അവൻ കട്ടാലും, അവൻ വഞ്ചിച്ചാലും അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. കാരണം അവൻ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. ഈ തിന്മകൾ ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൗബ ചെയ്തില്ല എങ്കിൽ അല്ലാഹു ഒരു പക്ഷേ അവനെ ശിക്ഷിക്കുന്നതാണ്. അതിനുശേഷം അവൻ അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, ശിർക്ക് വെക്കാത്തതിന്റെ പേരിൽ അവസാനം അവനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിൽ ഉറച്ച് വിശ്വസിക്കുന്നതിന്റെ പേരിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് പ്രിയമുള്ളവരെ? മനസ്സിൽ സമാധാനം ഉണ്ടാകും, മനസ്സിൽ ശാന്തത ലഭിക്കും. കാരണം അല്ലാഹു മാത്രമാണ് ഏകൻ, അല്ലാഹുവാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്, എന്നെ പരിപാലിക്കുന്നത് അല്ലാഹുവാണ്, എന്റെ കാര്യങ്ങൾ നടത്തുന്നത് അല്ലാഹുവാണ് എന്ന് ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന് തഖ്വയുടെ ഗുണങ്ങൾ ഉണ്ടാവും, തവക്കുലിന്റെ ഗുണങ്ങൾ ഉണ്ടാവും. അവൻ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനെ ബരമേൽപ്പിക്കുന്നവനാകും. വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ, ആരെങ്കിലും അത്തരത്തിൽ അല്ലാഹുവിനോട് തഖ്വ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു അറിഞ്ഞിരിക്കുന്നതാണെന്ന് സൂറത്തുൽ തലാഖിന്റെ വചനങ്ങളിൽ കൂടി നമുക്ക് അല്ലാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. യജ്അൽ ലഹു മഖറജ, അവനൊരു പുറപ്പെടുന്ന സ്ഥലം, അവനൊരു രക്ഷപ്പെടുന്ന സ്ഥലം അല്ലാഹു ആക്കി കൊടുക്കുന്നതാണ്. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ ആലോചിക്കാത്ത തരത്തിൽ, അവനൊരിക്കലും ഊഹിക്കാൻ പറ്റാത്ത തരത്തിൽ, ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ അവനുള്ള ഉപജീവനം, റിസ്ക്, അവൻ കഴിക്കാനുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളും അല്ലാഹു അവനിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന
വാഗ്ദാനമാണ് പ്രിയമുള്ളവരെ. ഒന്നാമത്തെ ഗുണം മനസ്സിൽ സമാധാനം ഉണ്ടാകുമെന്നുള്ളതാണ്. രണ്ടാമത്തേത് ജീവിതത്തിൽ നന്മയുണ്ടാകുമെന്നുള്ളതാണ്. ജീവിതത്തിൽ മുഴുവനായും നന്മ ചെയ്യുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടായിത്തീരും. തിന്മകളെ പൂർണ്ണമായും വെടിയുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടായിത്തീരും. കാരണം എന്നെ പടച്ചത് അള്ളാഹുവാണ്, ആ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതാണ് നാം എന്ന് ഓരോ ചിന്ത നാം ഓരോരുത്തരും ഉണ്ടായിക്കഴിഞ്ഞാൽ നന്മകളിൽ മുന്നേറുന്നവരായിക്കൊണ്ട്, നന്മകളിൽ പരസ്പരം മത്സരിക്കുന്നവരായിക്കൊണ്ട് മുസ്ലിമീങ്ങൾ മാറും. അതാണ് രണ്ടാമത്തെ ഗുണം. മൂന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ മരണസമയത്ത് അടിയുറച്ച വിശ്വാസവുമായിട്ട് നമുക്ക് മരണപ്പെടാൻ സാധിക്കും. ഒരു തരത്തിലുള്ള വിഷമങ്ങളില്ലാതെ, ഒരു തരത്തിലുള്ള പ്രയാസങ്ങളില്ലാതെ, മാനസികമായ ഒരു ബുദ്ധിമുട്ടുകളിലുമില്ലാതെ സമാധാനത്തോടുകൂടി റാഹത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതാണ് മൂന്നാമത്തെ ഗുണം. നാലാമത്തെ ഗുണം പരലോകത്തെ രക്ഷയാണ് പ്രിയമുള്ളവരെ, ഏറ്റവും വലിയത് അതാണ് പ്രിയമുള്ളവരെ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല അമലുകൾ ചെയ്തതെന്ന് നോക്കാൻ വേണ്ടിയാണ്. ആ അമലുകൾ ചെയ്ത് ഈ ഭൂമി എന്ന പരീക്ഷണ ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിധേയപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പാരത്രികമെന്ന ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലോകം നമ്മേവർക്കും വരാനുണ്ട് പ്രിയമുള്ളവരെ. ആ ലോകത്തിൽ നാം ഒരു വിഷമവുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷയിൽ നാം ഏവരും രക്ഷപ്പെട്ടു പോകുമെന്ന് എന്നുള്ളതാണ് നാലാമത്തെ തൗഹീദ് കൊണ്ട് വിശ്വസിക്കുന്നുള്ള ഗുണം. ശിർക്കിൽ നിന്ന് മാറി നിൽക്കുന്നുള്ള ഗുണം അതാണ് പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു തരത്തിൽ അവന്റെ ഉബൂദിയ്യത്തിൽ, അവന്റെ ഉലൂഹിയ്യത്തിൽ, റുബൂബിയ്യത്തിൽ, അസ്മാ സിഫാത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ അല്ലാഹുവിനോട് അവൻ ശിർക്ക് വെച്ച് കഴിഞ്ഞാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗത്തെ അവൻ നിഷിദ്ധമാക്കുന്നതാണ്. സ്വർഗ്ഗത്തെ ഒരിക്കലും അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതല്ല. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം അത് നരകമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് എന്ന പാപത്തെ ഒരിക്കലും പൊറുക്കുകയില്ല. ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്ത മറ്റ് എന്ത് തിന്മയും എന്ത് മോശമായ കാര്യവും മനുഷ്യൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ അവൻ തൗബ കാരണമായി കൊണ്ട് അവന് പുറത്തു കൊടുക്കുന്നതാണ്. പക്ഷേ അല്ലാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ, നിന്നെ സൃഷ്ടിച്ച് നിന്നെ പരിപാലിച്ച് നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന അല്ലാഹുവിന് നീ പങ്കുകാരനെ വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹുവിനെ കൂടാതെ കഴിവുള്ളവൻ മറ്റുള്ളവരുമുണ്ടെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ, ലോകത്തെ നിയന്ത്രിക്കുന്നത് വേറെ ആളുകളാണ്, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെയും ആളുകളെ നിയമിച്ചിട്ടുണ്ട്, അല്ലാഹു ഒറ്റക്കല്ല ചെയ്യുന്നതെന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശിർക്കിനെ ഒരു കാലഘട്ടത്തിലും പൊറുക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഖുർആനിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതല്ലാത്ത മറ്റ് ഏത് പാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്തു കഴിഞ്ഞാൽ, അവൻ ഇഷ്ടമുണ്ടെങ്കിൽ, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ജീവിതത്തിലുടനീളം നാം ജീവിക്കുന്ന ഓരോ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി അറിഞ്ഞുകൊണ്ട്, അവനെ മനസ്സിലാക്കിക്കൊണ്ട്, അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതത്തെ നയിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.